പത്തരമാറ്റിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ആദ്യം തന്നെ ദേവയാനിനെയും അതുപോലെ തന്നെ ജയനെയാണ് കാണിക്കുന്നത്. ഈ ജയേട്ടനോട് ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾക്കൊക്കെ എന്ത് പറ്റി? അച്ഛനും അമ്മയും ആ അനാമികയുടെ മുന്നിലൂടെ സ്വർണം കൊണ്ടു കൊടുത്തു. അവളല്ലേ വീട്ടിലെ ഇളയ മരുമകൾ, അവൾക്ക് കൊടുക്കായിരുന്നെങ്കിലോ? അവളുടെ മനസ്സ് എന്തോരം വിഷമിച്ചിട്ടുണ്ടാവും. ഇതൊക്കെ ഇപ്പോൾ അവൾ സ്വന്തമാക്കി. അവൾ സൂത്രത്തിൽ കൂടെ അച്ഛനും അമ്മനെയും സോപ്പിട്ട് എല്ലാം സ്വന്തമാക്കി. ഒന്നും എനിക്ക് പോലും തന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ, അങ്ങനെ സ്വർണത്തിൻ്റെ പിന്നാലെ പോകുന്നവളല്ല നമ്മുടെ മരുമകൾ. അത് നിനക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും എനിക്കും ആദർശിനും അറിയാം. നിങ്ങളും ആദർശവും എന്ത് കണ്ടിട്ടാണ് അവളിങ്ങനെ പുകഴ്ത്തുന്നതെന്ന് എനിക്ക് മനസ്സിലാവണില്ല എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടും. ആ സമയത്ത് ഡോക്ടർ വരുന്നുണ്ട്. ഡോക്ടർ വരുമ്പോൾ ചോദിക്കുന്നത്, എന്താ ദേവയാനിയുടെ മുഖത്തൊരു ദേഷ്യം? അത് മരുമകളെക്കുറിച്ച് പറയുമ്പോഴെന്ന് പറയും. മൂർത്തി സാർ ഒരുപാട് തവണ ഞങ്ങളുടെ ക്ലബ്ബിലൊക്കെ സംസാരിക്കാൻ വന്നിട്ടുണ്ട്. എന്തെല്ലാം കാര്യങ്ങൾ ആത്മവിശ്വാസം പകരുന്ന വാക്കുകൾ സംസാരിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരാൾ കൊച്ചുമോളെക്കുറിച്ച് ഇത്രയും സ്നേഹത്തോടെ പറയണമെന്നുണ്ടെങ്കിൽ നയനയിൽ എന്തെങ്കിലും ഒരു പ്രത്യേകത ഇല്ലാണ്ട് അങ്ങനെ പറയൂല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടറും ഇനി ദേവി ആൻറ്റീനെ ദേഷ്യം പിടിപ്പിച്ചു എന്ന് പറയൂട്ടോ എന്ന് ജയൻ കളിയാക്കുന്നുണ്ടായിരുന്നു. അതിനുശേഷം ദേവയാനിയോട് പറയുന്നുണ്ട്, നടന്നു തുടങ്ങിക്കോ, ഭർത്താവിൻ്റെ കൈ പിടിച്ച്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് അദ്ദേഹം പോകും. അതേസമയം തന്നെ അങ്ങനെ ജയൻ ദേവയാനിയുടെ കൈ പിടിച്ച് നടത്തുന്നുണ്ട്. അതേസമയം തന്നെ അവിടെ നന്ദു നയനയും പിടിച്ച് നടത്തുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. രണ്ടുപേരെയും രണ്ട് സമയത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് നവ്യ ചെന്ന് മുത്തശ്ശിയോട് പറയുന്നുണ്ട്, അമ്മായിക്ക് വേണ്ടിയിട്ട് അബിയോട് ഞാനൊരു ശയന പ്രദക്ഷിണം നടത്താൻ പറഞ്ഞിട്ടുണ്ട് മുത്തശ്ശി എന്ന് ഉറപ്പ്. അതൊക്കെ ചെയ്യുമോ മോളെ അവൻ പറയുന്നുണ്ട്. ചെയ്യട്ടെ, എങ്ങനെയാണ് ചെയ്യട്ടെ, അമ്മായിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് പറയുന്നുണ്ട്. അവനതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല, എന്നാലും പറഞ്ഞു നോക്കാമെന്ന് പറയും. അത് കേട്ടുകൊണ്ടാണ് ദേവയാനി വരുന്നത്. നിന്നോട് ആര് പറഞ്ഞിട്ട് എൻ്റെ മോനെ കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യിക്കാൻ? അതെന്താടി അമ്മായിക്ക് വേണ്ടി ആയതുകൊണ്ടാണോ? അതല്ലെങ്കിൽ തന്നെ ശയനപ്രദക്ഷിണം നല്ലതല്ലേ? അവൻ നൊയമ്പെടുത്തിരിക്കുന്നതല്ലേ? അല്ലെങ്കിൽ തന്നെ അവൻ മര്യാദയ്ക്ക് നൊയമ്പെടുക്കണ്ടോന്ന് അറിയില്ല. അങ്ങനെയെങ്കിലും അവൻ ചെയ്ത പാപം തീരട്ടെ എന്ന് പറയും. അതിനെങ്ങനെ മുത്തശ്ശി ഇവർക്ക് നേരം? ഇവർക്ക് വീട്ടിലുള്ളവരെ തല്ലുപിടിപ്പിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പരദൂഷണം പറഞ്ഞ് നടക്കാനുള്ള നേരം. അത് തന്നെയാണ് അവനെയും പഠിപ്പിക്കണേന്ന് പറയും. ശരിയാ മോള് പറഞ്ഞേന്ന് പറയും. അങ്ങനെയൊന്നുമില്ല, എൻ്റെ മോനോട് പറഞ്ഞാൽ എൻ്റെ മോൻ ചെയ്യും എന്ന് പറഞ്ഞ് ദേവയാനി ജലജ ദേഷ്യപ്പെട്ട് അബിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എടാ, നിനക്ക് വലിയൊരു പാര അവൾ പണിതിട്ടുണ്ട്. അതെന്തായാലും നിനക്ക് വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം നീ എന്തായാലും കണ്ടു നിന്നോ, അമ്മായിക്ക് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ മതി. നീ 3 തവണ നടത്തണം എന്ന് പറഞ്ഞാൽ 3 തവണ. ഒന്ന് അവൾ ആസ്പത്രിയിലുള്ള അവിടെ നിന്ന് എനിക്കാണ്ടിരിക്കാൻ, അവൾ ഈ വീട്ടിൽ വന്ന് നാളെ തുടങ്ങി എന്നെ ഉപദ്രവിക്കുന്നതിന് അതിന്. രണ്ടാമത്തത് നിൻ്റെ ഈ വിഷജന്തുവായ ഭാര്യ വിട്ടുപോകാൻ. മൂന്നാമത്തത് നിനക്ക് നല്ലൊരു ബന്ധം കിട്ടാൻ. ഇതിനിടയ്ക്ക് നീ അമ്മ ചത്തുപോകാനൊന്നും നേർന്നങ്ങായിട്ട് നടത്തല്ലേട്ടടാന്ന് പറയും. അമ്മ എന്തീ പറയണേ? അമ്മയ്ക്ക് എന്നെ അങ്ങനെയാണ് വിശ്വാസം. ഇപ്പം നിൻ്റെ കാര്യമായിട്ട് പറയാൻ പറ്റില്ലടാന്ന് പറയും. പിന്നെ കാണിക്കുന്നത് അമ്പലമാണ്. അമ്പലത്തിൽ ഇങ്ങനെ ശയനപ്രദക്ഷിണം നടത്തുന്നുണ്ട്. അമ്മാവന്മാരൊക്കെ ഉണ്ടെങ്കിൽ അബി ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതിനുശേഷം കൈയൊക്കെ പൊട്ടിയിട്ടിരിക്കുന്നുണ്ട്. അവിടെ വന്ന് അനാമിക ചോദിക്കുന്നുണ്ട്, ശയനപ്രദക്ഷിണം നടത്തിയിട്ട് കൈയൊക്കെ പൊട്ടിയോ ചേട്ടാന്ന് ചോദിച്ചപ്പോൾ അബി ചേട്ടാന്ന് ചോദിക്കുമ്പോൾ ആ കുറച്ച് പൊട്ടി എന്ന് പറയും. അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടേക്ക് മുത്തശ്ശനും മുത്തശ്ശിയും വരുന്നുണ്ട്. ഈ ശയനപ്രദക്ഷിണം ഭയങ്കര ഒരു മടുപ്പുള്ള കാര്യമാണെന്ന് ഉറപ്പാ. അതെന്താടാ അങ്ങനെയെന്ന് ചോദിച്ചിട്ട് മുത്തശ്ശൻ വരുന്നത്. അതല്ല, ഞാനങ്ങനെ പറഞ്ഞതാണെന്ന് ഉറപ്പാ. നീ ആഴ്ചയിൽ 3 തവണ ചെയ്യുന്നത് അത്രയും നല്ലതാണ്. അങ്ങനത്തെ ഒരു സ്വഭാവമാണ് നിൻ്റെതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ദേഷ്യപ്പെടും മുത്തശ്ശൻ. നാളെ ദേവയാനിയുടെ പക്കപ്പിറന്നാളാണ്, അതുകൊണ്ട് എല്ലാവരും ഒരിക്കലെടുക്കണം. പിന്നെ താല്പര്യമുള്ളവർ മാത്രം എടുത്താൽ മതി, ഞാനാരെയും നിർബന്ധിക്കില്ല. അപ്പം മുത്തശ്ശി പറയുന്നുണ്ട്, ദേവയാനിയുടെ മരുമോളായിട്ട് കണ്ടേക്കണത് മോളെയല്ലേ, അതുകൊണ്ട് മോളെടുത്തോന്ന് പറയും. ഞാനെടുക്കാമെന്ന് പറയും. ആ സമയത്ത് അബിയും പറയും, ഞാനും എടുക്കുന്നുണ്ട് അമ്മായിക്ക് വേണ്ടിയല്ലേ എന്ന് പറയും. നവ്യ വരുമ്പോൾ ഒതേ ഒരുത്തി വരുന്നു, ഇവളൊന്നും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യില്ലല്ലോ എന്ന് അനാമിക പറയുമ്പോൾ, അമ്മായിക്ക് വേണ്ടിയിട്ടല്ലേ ഞാനെടുക്കാമെന്ന് പറഞ്ഞപ്പോൾ വേണ്ട എന്ന് മുത്തശ്ശി പറയുന്നുണ്ട്. മോളെ വയറ്റിലൊരു കുഞ്ഞുള്ളതല്ലേ, മോളെടുക്കണ്ടെന്ന് പറയും. അത് സാരില്ല മുത്തശ്ശി എന്ന് പറഞ്ഞപ്പോൾ, വേണ്ട മോളെ, നീ എടുക്കാൻ നിൽക്കണ്ട എന്ന് പറഞ്ഞ് മുത്തശ്ശനും തടയും. ആ സമയത്ത് അനാമിക പറയുന്നുണ്ട്, അവൾക്ക് സന്തോഷമായി, അവൾ അങ്ങനെയാണെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു കുഴപ്പമില്ലടി, ഞാൻ എടുക്കാമെന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടെ തല്ലുകൂടാ. പെട്ടെന്ന് നിർത്ത് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ഇങ്ങനെ അലറുന്നുണ്ട്. പലതവണ പറഞ്ഞിട്ടുണ്ട് മൂത്തവരെ ഡി ബോഡിന്നൊന്നും വിളിക്കരുതെന്ന് പറയും. ഇങ്ങനെ അപ്പോൾ നമ്മുടെ നവ്യ പറയുന്നുണ്ട്, എല്ലാ തവണയും എന്നെയും നയനനെയും അനാമിക എടീന്ന് മാത്രമേ വിളിക്കുള്ളൂ മുത്തശ്ശ എന്ന് പറയുമ്പോൾ, അതെ അങ്ങനെ വിളിക്കുന്നവരുടെ അച്ഛനമ്മനെയാണ് ചോദ്യം ചെയ്യാന്നൊക്കെ പറഞ്ഞപ്പോൾ സോറി മുത്തശ്ശ എന്ന് പറയും. സോറി എന്നും പറഞ്ഞ് ദേഷ്യപ്പെട്ട് ഇനി അങ്ങനെ വിളിക്കാണ്ടിരുന്നാൽ മതി എന്ന് പറഞ്ഞ് മുത്തശ്ശൻ പോകും. ഈ കളവനെ കൊണ്ട് തോറ്റ് അയാളൊട്ടുക്കാത്തൊരു ഇങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ മനസ്സിൽ പറയുന്നു. അപ്പോൾ നവ്യ പറയുന്നത്, നീ ഇപ്പോൾ ഈ പറഞ്ഞ വാക്കുകൾ, മുത്തശ്ശനെ പറഞ്ഞ വാക്കുകൾ മുത്തശ്ശി കേട്ടണതിൻ്റെ ചെവിക്കല്ല് പൊളിക്കുമെന്ന് പറയും. ഇവൻ്റെ മുത്തച്ഛൻ്റെ മുന്നിൽ വെച്ച് ആരും ഇങ്ങനെയൊന്നും സംസാരിച്ചിട്ടില്ല, ഇപ്പോൾ കുറച്ച് നാളായിട്ടുള്ളൂ ഇങ്ങനത്തെ വാക്ക് തർക്കളും ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞ് മുത്തശ്ശൻ ദേഷ്യപ്പെട്ട് പോകുന്നുണ്ട്.
പിന്നീട് കാണിക്കുന്നത് ആദർശ് നമ്മുടെ നയനനെ നടത്തിക്കൊണ്ട് നടക്കണ്. എനിക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ല, ഞാനിങ്ങനെ നടക്കണണ്ട നാട്ടുകാർ ചോദിക്കില്ലേ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ നടക്കാത്തത് എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, നാട്ടുകാരെ ബോധിപ്പിക്കൊന്നും വേണ്ടാന്ന് പറയും. ആ സമയത്ത് ഗോവിന്ദനും കനകയും ഇത് കാണുന്നുണ്ട്, പറയുന്നുണ്ട് ആദർശ് മോൻ എന്തായാലും ഇപ്പോൾ നയനമോളോട് കൂടുതൽ സ്നേഹമായിട്ടുണ്ട്, കരൾ കൊടുത്തോടുകൂടി കുറച്ചും കൂടെ കൂടി, ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും നമ്മുടെ മോൾ ആദർശ് മോൻ ഉപേക്ഷിക്കില്ല എന്ന് ഗോവിന്ദൻ സന്തോഷത്തോടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, ആദർശേട്ടൻ ഇങ്ങോട്ട് കൂടെ വന്നാൽ പിന്നാലെ അന്വേഷിച്ച് വരാൻ ആളുണ്ടാവും, അതപ്പം തന്നെ അമ്മനോട് പറഞ്ഞു കൊടുക്കുകയും ചെയ്യും, അപ്പോൾ അതുകൊണ്ട് എന്തിനാണ് എപ്പോഴെപ്പോഴും ഇങ്ങോട്ട് വരാൻ നിൽക്കണേ എന്ന് പറയുമ്പോൾ, എനിക്കിപ്പോൾ നടക്കാറായില്ലേ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞപ്പോൾ, ഇനിയിപ്പോൾ അമ്മനെ പേടിച്ചൊന്നും ഞാൻ ജീവിക്കാൻ തീരുമാനിച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല എനിക്ക്, അതുകൊണ്ട് ഞാൻ അമ്മനെ പേടിച്ചൊന്നും ഇനി ഇങ്ങോട്ട് വരാണ്ടിരിക്കില്ല, ഞാൻ വരും, നീ വരണ്ടാന്ന് പറഞ്ഞാലും ഞാൻ വരുമെന്നൊക്കെ പറഞ്ഞ് ആദർശ് ഇങ്ങനെ നയനനെ സമാധാനിപ്പിക്കുന്നുണ്ട്. വീണ്ടും അനന്തപുരി തറവാടിനെ കാണിക്കുന്നത്. അവിടെ അനാമികയും അതുപോലെ തന്നെ നവ്യയും കൊണ്ട് വീണ്ടും ഒന്നും രണ്ടൊക്കെ പറഞ്ഞ് വഴക്കുണ്ടാക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ജലജ ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്നിട്ട് ചേട്ടത്തിയോട് പറയുന്നുണ്ട്, ചേച്ചി എൻ്റെ മോൻ ചേച്ചിയുടെ ആരോഗ്യത്തിന് വേണ്ടി ശയനപ്രദക്ഷിണം നടത്തി. എനിക്ക് വേണ്ടിയിട്ടോ? അബിയോ? അതെ, ചേച്ചി വിശ്വസിക്കില്ല എന്നറിയാം, ചേച്ചിയുടെ നാളിൽ അർച്ചന കഴിച്ചിട്ടാണ് അവനത് ചെയ്തത്, വേണമെങ്കിൽ ചേച്ചി നമ്മുടെ കുടുംബക്ഷേത്രത്തിൽ വിളിച്ച് ചോദിച്ചോ എന്ന് പറയും. പിന്നെ അച്ഛൻ എന്ത് കണ്ടിട്ടുണ്ട് ചേച്ചിയുടെ മരുമോളെ ഇങ്ങനെ സ്നേഹിക്കരുത്, ആ അനാമികയുടെ മുന്നിലൂടെയാണ് സ്വർണം കൊണ്ടുപോയത്, ആ പെൺകുട്ടിക്ക് കൊടുക്കണമെങ്കിൽ നമുക്കൊരു വിഷമം ഉണ്ടാവില്ലായിരുന്നു, അതിൽ നിന്നൊരു കമ്മൽ പോലും എനിക്ക് അമ്മ തന്നിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ, എനിക്ക് അമ്മ ആവശ്യത്തിനൊക്കെ സ്വർണം തന്നിട്ടുണ്ട് എന്ന് ദേവയാനി പറയും. പിന്നെ അവൾ വീട്ടിൽ പോയി കഴിഞ്ഞിട്ട് സൂചിച്ചിരിക്കുകയല്ലേ എന്ന് പറയും. ആദർശ് അങ്ങനത്തെ ആൾക്കാണ് വീട്ടിൽ കൊണ്ടുകൊടുത്ത സ്വർണം എന്ന് പറഞ്ഞപ്പോൾ, വീട്ടിൽ പോകാൻ പറഞ്ഞത് ഞാനല്ലേ എന്ന് ദേവയാനി ചോദിക്കുന്നുണ്ട്. ഇവരൊക്കെ വർത്താനം കേട്ടിട്ടുണ്ടെങ്കിൽ, ചേട്ടൻ്റെയും ജയേട്ടൻ്റെയും അജയേട്ടൻ്റെ ഒക്കെ സംസാരം കേട്ടിട്ടുണ്ടെങ്കിൽ, ഈ ചേച്ചിക്ക് കരൾ തന്നത് അവളാണെന്ന് തോന്നുന്നു പറയും. പിന്നെ എൻ്റെ രക്തം വലിച്ചു കുടിക്കാൻ നോക്കണതല്ലാണ്ട് എനിക്കൊന്നും അവൾ തരില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ട് ദേവയാനി ഇങ്ങനെ വീണ്ടും കുറ്റം പറയുന്നത്. ദേവയാനീനെ ഇങ്ങനെ ചൂട് പിടിപ്പിച്ചുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിൽ നിൽക്കുന്നുണ്ട് ജലജ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.